നമസ്കാരം. 2017 കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോയ ICC ചാമ്പ്യൻസ് ട്രോഫി ഇത്തവണ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാകും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ടൂർണമെന്റിനായി ടീം ഇന്ത്യ കച്ചമുറക്കുക. ഇംഗ്ലണ്ടിൽ നടന്ന അവസാന ടൂർണമെന്റിൽ വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യയെ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാൻ വാരിക്കളയുകയായിരുന്നു. പാക് പടയുടെ കന്നി ചാമ്പ്യൻസ് ട്രോഫി നേട്ടം കൂടിയായിരുന്നു ഇത്. പാകിസ്ഥാനിൽ നിന്നും ഈ ഒരു ട്രോഫി തിരിച്ചു പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം. 2025 ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയാണ് ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. പാകിസ്ഥാനിലെ 3 നഗരങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ. എന്നാൽ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറിയേക്കുമെന്നും സൂചനകളുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും ശക്തമായ ടീമിനെ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ അയക്കുക. എന്നാൽ 3 സൂപ്പർ താരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല. സ്റ്റാർ ബാറ്റർ KL രാഹുൽ, T20 ക്യാപ്റ്റനും ഈ ഫോർമാറ്റിലെ നമ്പർ 1 താരവുമായ സൂര്യകുമാർ യാദവ്, മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ എന്നിവരായിരിക്കും ടീമിൽ നിന്നും തഴയപ്പെട്ടേക്കുക. ഇവർക്ക് പകരക്കാരായി ബാറ്റിംഗ് സെൻസേഷനും യുവ ഓപ്പണറുമായ യശസ്വി ജയ്സ്വാൾ, മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ, യുവ ഓൾറൗണ്ടർ തിലക് വർമ്മ എന്നിവർ ടീമിലേക്ക് വരികയും ചെയ്യും. നിലവിലെ ഫോമിൽ ഈ 3 പേരും ഇന്ത്യൻ ടീമിൽ തീർച്ചയായും ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓപ്പണിംഗ് ജോഡിയുടെ കാര്യത്തിലായിരിക്കും ഇന്ത്യ ആശയക്കുഴപ്പത്തിലാവുക. കാരണം നിലവിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്നാണ് ഏകദിനത്തിൽ ടീമിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ ഈ ഒരു സഖ്യം ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് വന്നാൽ രോഹിത് ഗിൽ ജോഡി തന്നെ ഓപ്പണിംഗിൽ തുടരുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഗില്ലിനായിരിക്കും ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരിക. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി ഉള്ളതിനാൽ തന്നെ ഗില്ലിന് 4-ാം നമ്പറിലേക്ക് മാറേണ്ടി വന്നേക്കും. അതിലും താഴെയുള്ള പൊസിഷനുകളിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് നല്ല തീരുമാനമായിരിക്കില്ല. എന്നാൽ ടെസ്റ്റിലേതുപോലെ തന്നെ കോഹ്ലി 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്താൽ ഗില്ലിനെ ഇന്ത്യക്ക് 3-ാമനായി കളിപ്പിക്കാൻ സാധിക്കും. ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കുന്ന കാര്യവും സംശയവുമാണ്. മധ്യനിരയിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ തീർച്ചയായും ഉണ്ടാകും. രവീന്ദ്ര ജഡേജയ്ക്ക് പകരം അക്ഷർ പട്ടേലായിരിക്കും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായി ടീമിലേക്ക് എത്തുക. വാഷിംഗ്ടൺ സുന്ദറിനെയും മറ്റൊരു ഓൾറൗണ്ടറായി ടീമിൽ കാണാം. കുൽദീപ് യാദവ് ആയിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. പേസ് ബോളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് ഷമി, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ് എന്നിവരെയും കാണാൻ സാധിക്കും.